Let us start from this. Mahi! അത്രയ്ക്ക് ഇഷ്ടം എനിക്കെന്റെ ചന്ദ്രമ്മ. മോള് വിഷമിക്കണ്ട, എനിക്കിപ്പോ ഇതൊക്കെ ശീലമായി. മോള് പറഞ്ഞില്ലേ ഞാൻ നിന്നെ പ്രസവിച്ചില്ലെങ്കിലും ഞാൻ നിന്റെ അമ്മയാണെന്ന്. മക്കളാവാൻ സ്വന്തം വയറ്റിൽ പിറക്കണമെന്നൊന്നും ഇല്ല മോളെ. സ്വന്തം വയറ്റിൽ പിറന്നാലും മക്കളാകാതെ പോയ എത്രയോ പേരുണ്ട്. എന്താ ചന്ദ്രമ്മ ഇങ്ങനെ? കണ്ണു തുടച്ച്. ഈ കണ്ണുനീര് കണ്ട ഒരാൾക്കത് സഹിക്കാൻ പറ്റില്ല. ചന്ദ്രമ്മ പ്രസവിച്ചില്ലേലും ഈ മനസ്സൊന്നും നൊന്താ ആള് തളരും. അതുകൊണ്ട് കണ്ണീര് തുടയ്ക്ക. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും നിങ്ങൾ യഥാർത്ഥ അമ്മയും മോനും ആണോന്ന്. ചിലപ്പോ കഴിഞ്ഞ ജന്മത്തില് നിങ്ങൾ അമ്മയും മോനും ആയിരുന്നിരിക്കും. അതാ ഇത്ര അറ്റാച്ച്മെന്റ്. ചന്ദ്രമ്മ, ആഹാരമൊക്കെ റെഡിയായോ? ഇനി അതും കൂടി വൈകിയെന്നും പറഞ്ഞ് അടുത്ത പുകില് വേണ്ട. വാ, ഞാനും കൂടെ സഹായിക്കാം. പേടി നടക്കാതെ മഹി. വാ ചന്ദ്രമ്മ, വാ. അവിടെ അനസൂയുടെ മുറി, അവളവിടെ കാത്തിരിക്കുക. അനസൂയ അവിടെ കാത്തു നിന്നോട്ടെ, ഞാൻ പോകുന്നില്ല. പോകുന്നില്ലെന്നോ? എന്താ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ലേ? അയ്യേ, മോശം. LLBക്കൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാം മാഷേ. എന്നുവെച്ചാ ഒന്നുമില്ല. ഞാൻ എന്റെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ എന്റെ മാഷിന്റെ മുറിയിലേക്ക് വരുന്നുള്ളൂ. അതെങ്ങനെ ശരിയാവും? അത് മോശല്ലേ? തമാശയൊക്കെ പറയെങ്കിലും ദക്ഷ ഒരു മോശം കുട്ടിയില്ലെന്ന് എനിക്കറിയാം. അവിടെ മാഷിന് തെറ്റി. ദക്ഷ മാഷിന്റെ മുന്നിൽ മാത്രം കുറച്ച് മോശക്കാരിയ. തമാശ പണ്ടേ വലിയ തമാശക്കാരിയാണല്ലേ. ഈ ഹ്യൂമർ സെൻസ് ആയുസ് വർദ്ധിപ്പിക്കുന്ന. അതാ അനസൂയുടെ മുറി. ചില പോയി ഡ്രസ്സ് വാഷ് ചെയ്തിട്ടോ, ഞാൻ ബാൽക്കണി കാണും. രക്ഷപ്പെട്ടു. എന്തുപറ്റി? അനസൂയല്ലേ അവിടെ? ഞാൻ മഹിയുടെ മുറിയിലേ വരുന്നുള്ളൂ. വാ, വന്നേ ഇങ്ങോട്ട്. അതാ ബാത്റൂം. ദക്ഷ വേഗം ഡ്രസ്സ് ശരിയാക്കിക്കോ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. മഹി, എന്തിനാ പുറത്തേക്ക് പോകുന്ന? മഹി ഈ റൂമിൽ തന്നെ ഇരുന്ന് എന്താ കുഴപ്പം? പുറത്തേക്കൊന്നും പോകണ്ട. അത് ശരിയല്ല. ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ദക്ഷ ഡ്രസ്സ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല. നമ്മൾ മാത്രല്ലേ ഉള്ളൂ, അതുകൊണ്ടാ ഞാൻ മുറിയിൽ നിന്ന് പുറത്ത് പോണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ എന്തായാലും ഒന്നിക്കാൻ പോകുന്നവരല്ലേ. നാളെ ഈ മുറിയിൽ ഭാര്യ ഭർത്താക്കന്മാരായി ഒന്നിച്ച് താമസിക്കേണ്ടവർ. അപ്പൊ പിന്നെ ഞാനിവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോ മഹി നിന്നാ എന്താ കുഴപ്പം? ദക്ഷ ഇപ്പൊ പറയുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യ. ഇപ്പൊ നമ്മള് അവിവാഹിതരല്ലേ. അപ്പോ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ അല്ലേ? പിന്നെ മര്യാദ മണ്ണം കെട്ട.
മായ ഒട്ടും റൊമാൻറ്റിക് അല്ല. ഇത് യഥാർത്ഥ നേച്ചറാണോ അതോ റൊമാൻറ്റിക് അല്ലാന്ന് അഭിനയിക്കുകയാണോ? ഇനി അഭിനയം അറിയില്ല എന്ന് പറയരുത്. അഭിനയത്തിലുള്ള മഹിയുടെ കഴിവ് കല്യാണോടൊപ്പം സ്റ്റേജിൽ ഞാൻ കണ്ടതാ. അഭിനയം മാത്രം അവളുടെ മുന്നിലും മതി, ജീവിതം എന്റെ മുന്നിലും. മഹി ഒന്നിച്ച് അഭിനയിക്കേണ്ടത് അവളോടൊപ്പവും ഒന്നിച്ച് ജീവിക്കേണ്ടത് എന്നോടൊപ്പവും. എന്തൊക്കെ ദക്ഷി കാണിക്കുന്നേ? ഇതൊക്കെ ആരെങ്കിലും കണ്ട മോശം. ഇത് കണ്ടാലല്ല മോശം. നാളെ ഒന്നിച്ച് ജീവിക്കാൻ പോകുന്ന നമ്മൾ ടൈം ആൻഡ് സിറ്റുവേഷൻ ഒത്തു കിട്ടിയിട്ടും പരസ്പരം തൊടാതെയോ ഒന്ന് ശൃംഗരിക്കാതെയോ മാറിപ്പോകുന്നതാ മോശം. ഞാൻ സുന്ദരിയല്ലേ മഹി? എനിക്ക് എന്താ ഒരു കുറവ്? മഹിയുടെ പാർട്ട്ണർ ആവാൻ അമ്മ തന്നെയല്ലേ എന്നെ തെരഞ്ഞെടുത്തത്. മഹി അറിഞ്ഞിട്ടായിരുന്നല്ലോ എല്ലാം. പിന്നെ എന്തിനാ എന്നിൽ നിന്നും അകന്നു മാറാൻ ശ്രമിക്കുന്നത്? മഹിക്ക് എന്നെ ഇഷ്ടല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. പ്രിൻസിപ്പിൾസ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്യില്ല. മഹി ഒന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം. Let us start from this. മഹി വേണ്ട വേണ്ട. അയ്യേ ഫോൺ ഫോൺ ഫോൺ. ആ കോൾ പിന്നെ അറ്റൻഡ് ചെയ്യാം. ഇതുപോലൊരു സന്ദർഭം നമുക്ക് വേറെ കിട്ടില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കോളാ. ഒരാള് മരിക്കാൻ കിടക്കുക. ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് വിളിക്കുക. ഹലോ, ബ്ലഡ് ബ്ലഡോ? വേഗം ഡ്രസ് ക്ലീൻ ചെയ്തിട്ട് പോരാ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഹലോ, എത്ര കുപ്പി ബ്ലഡ് എന്നാ പറഞ്ഞേ? അടുക്കളയിൽ കാണാതായപ്പോ എനിക്ക് തോന്നി ചന്ദ്രമ്മ ഇവിടെ ഒന്ന് നിൽക്കുമായിരിക്കുമെന്ന്. ഒരു കാര്യമില്ലാതെയാ എന്നെ ഇന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയത്. എപ്പോഴും കുത്തുവാക്കുകൾ പറയുമെങ്കിലും പരസ്യമായി ഇങ്ങനെ അതിഥികളുടെ മുന്നിൽ വെച്ച്